പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി കെ മുരളി, നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഓണക്കൂർ സർ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വെച്ചാൽ ഞാൻ പരിചയപ്പെട്ടത്. അതുകൊണ്ട് എന്തെങ്കിലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു അറിയാത്തൊരു ശത്രുതയും മാറും. അതുപോലെ വെഞ്ഞാറമൂട്ടിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. പണ്ട് മിമിക്രി കളിച്ച് നടന്നിരുന്ന സമയത്തൊക്കെ വെഞ്ഞാറമൂടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് മിമിക്രി കളിച്ച് പോയിട്ടുണ്ട്. പിന്നീട് സുരാജ് പറഞ്ഞാണ് അത് കൂടുതൽ അറിയുന്നത്. അതുപോലെ സുരാജ് എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചു. അപ്പോൾ വെഞ്ഞാറമൂട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടുന്ന് കുറേ സംവിധായകരൊക്കെ ഇല്ലേ, ശരിക്കും തുളസിയേട്ടനൊക്കെ ഉള്ളൊരു പ്രോഗ്രാമിൽ ഞാൻ അവിടെ വന്നിട്ടുള്ളതില്ലെന്ന് വെച്ചപ്പോൾ അവൻ അത് ഒന്നും ഉഴപ്പി. ഇപ്പോഴാണ് പറയുന്നത്, ഞാൻ മറന്നുപോയത്. പക്ഷേ ഞാൻ ഈ പ്രോഗ്രാമിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, കാരണം ഈ പ്രോഗ്രാമിൽ വന്നില്ലെങ്കിൽ ഇനി നമ്മുടെ ഏതൊരു സിനിമയ്ക്ക് വിളിച്ചാൽ ഇവൻ പറ്റില്ല. ഞാൻ വന്നില്ലെങ്കിൽ മലയാള സിനിമയിൽ ഞാൻ അഭിനയം തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷമായി. അതിനുമുമ്പ് 3-5 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അതിനുമുമ്പ് 5-8 വർഷം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഈ 28 വർഷക്കാലം കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനും നായകനടനാവാനും ഒക്കെ സാധിച്ചത് ഇനി ഈ നിമിഷത്തിൽ ഈ വേദിയിൽ നിൽക്കുന്നതിന് കാരണം നിങ്ങളാണ്, നിങ്ങളുടെ സ്നേഹമാണ്. സുരാജ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ചെലവുണ്ടാവില്ല ഈ കൈ ഇങ്ങനെ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹത്തോടുകൂടിയുള്ള കൈയുടെ ശബ്ദം, അതാണ് ഞങ്ങളെ പോലെ ഒരു കലാകാരന്റെ നിലനിൽപ്പ്, മുന്നോട്ടുള്ള യാത്രക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. ഇവിടെ വന്നിറങ്ങുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു സ്നേഹം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു സാംസ്കാരിക സ്ഥലം തന്നെയാണ് വെഞ്ഞാറമൂട്. ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് സംവിധായകരുണ്ടായിട്ടുണ്ട്, കലാകാരന്മാരുണ്ടായിട്ടുണ്ട്. മാത്രമല്ല സുരാജ് വന്നതിന് ശേഷം വന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടുന്ന് തന്നെയാണ് എന്നുള്ളത് ഞാൻ ഇന്ന് സംസാരത്തിലാണ്. ഇവിടുന്ന് അസീസ്, നോബി തുടങ്ങിയ ഒരുപാട്. കാരണം ഞാൻ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ രസികനായിട്ടുള്ള ആളാണ്. ഞാൻ ഭയങ്കര ഫാനാണ് ഇവരൊക്കെ. പ്രത്യേകിച്ച് സുരാജത്തുള്ള വേദികൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള സിനിമകൾ, ഞങ്ങൾ പോയിട്ടുള്ള ഷോസൊക്കെ ഏത് സമയത്തും ചിരിയുടെ ഓരോ നിമിഷങ്ങളുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് കുറച്ചായി. ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ പ്രൊഫസർ നെങ്കൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്, അതവിടെ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് എൻ്റെ പെട്ടെന്ന് അടുത്ത ഒരു സഹോദരനത്വം പോലെ തോന്നിയിട്ടുള്ള ഒരാളാണ് സുരാജ്. മലയാള സിനിമയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറഞ്ഞത് എനിക്കും കിട്ടിയിട്ടുണ്ട്, സുരാജിനും ഒരു പരിധിവരെ കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ലെജൻസുകളായ ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിച്ചു. പക്ഷെ ഇന്നൊരു കോമഡി സിനിമ ചെയ്യുന്ന സമയത്ത് അതിലെ പല കലാകാരന്മാരും നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. ഇന്നിപ്പോ ഒരു തമാശ ഉള്ള ചിത്രങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന മുഖങ്ങളിപ്പോ സുരാജിന്റെയും അതുപോലെ
ഷാജോന്റെ, പിന്നെ പുതിയ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കോമഡി പടം ചെയ്യുന്ന സമയത്ത് സുരാജിനെ പോലൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് സുരാജ് ഒന്നുകൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി ഞാൻ ഇവിടെ എത്തിയത്.